ജിൽസി, തണ്ണിക്കടവ് അവിടെ ബൂത്ത് 2-ലാണ് ഈ പ്രശ്നം നേരിട്ടത്. ആദ്യം 50 പേർ ചെയ്ത വോട്ട് രേഖപ്പെടുത്തപ്പെട്ടില്ല എന്നതാണ് പരാതി. ഏതായാലും അവിടെ റീപോളിംഗ് ആവശ്യപ്പെടുമെന്നാണ് മലപ്പുറം DCC പ്രസിഡന്റ് VS ജോയ് ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത്. ഈ 50 പേർ വീണ്ടും വോട്ട് ചെയ്യണം എന്ന ആവശ്യം കൂടിയാണ് ഇപ്പോൾ VS ജോയ് പറയുന്നത്. മാത്രമല്ല, ഇത് UDF-ന് മേധാവിത്വമുള്ള മേഖലയാണ്. അവിടുത്തെ ഈ തകരാർ അത് സ്വാഭാവികമായി കാണുന്നില്ല എന്നു കൂടി VS ജോയ് ആരോപണം ഉന്നയിക്കുന്നുണ്ട്. ഏതായാലും ഈ മറ്റൊന്ന് നേരത്തെ സേഫ് സൂചിപ്പിച്ച പോലെ തന്നെ മഴക്കാലത്തേക്ക് ഈ വോട്ടിംഗ് നീട്ടിയതിനെക്കുറിച്ചും VS ജോയ് വിമർശിക്കുകയാണ്. ഈ കാലാവസ്ഥ പ്രതികൂലമായത് വോട്ടിങ്ങിനെ ബാധിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ നിലവിൽ ആ തരത്തിലൊരു അവസ്ഥ നിലവിലില്ല എന്ന് തന്നെ വേണം പറയാൻ. ഒപ്പം തന്നെ UDF-ന് വലിയ വിജയപ്രതീക്ഷ കൂടി VS ജോയ് പങ്കുവെക്കുകയാണ്. പ്രവചനാതീതമായ ഭൂരിപക്ഷത്തിൽ UDF ജയിക്കും എന്ന ആത്മവിശ്വാസം VS ജോയ് പങ്കുവെക്കുന്നു. എനിക്ക് പിന്നിലുള്ള ഈ ബൂത്തിലായിരുന്നു 166-ാം നമ്പർ വെള്ളിമുറ്റത്തെ 166-ാം നമ്പർ ബൂത്തിലായിരുന്നു VS ജോയ് വോട്ട് ചെയ്തത്. ഇവിടെ വലിയ നിര നമുക്ക് കാണാൻ കഴിയുന്നില്ല എങ്കിൽ കൂടി ഈ ബൂത്തിൽ മാത്രം ഇപ്പോൾ ഒരു 12% മുകളിൽ പോളിംഗ് രേഖപ്പെടുത്തപ്പെട്ടിട്ടുണ്ട് എന്ന് നമുക്ക് വ്യക്തമാണ്. ഇവിടെ പൊതുവെ വോട്ടേഴ്സിന്റെ എണ്ണവും കുറവാണ്. 784 വോട്ടർമാർ മാത്രമാണ് ഇവിടെയുള്ളത്. അതിൽ ആളുകൾ വരുന്നുണ്ട്. ഈ ക്യൂ ഇല്ല എങ്കിൽ കൂടി കൃത്യമായി തന്നെ വോട്ടർമാർ വരികയും വോട്ട് രേഖപ്പെടുത്തി മടങ്ങുകയും ചെയ്യുന്നുണ്ട്. 100-ലേറെ വോട്ടർമാർ ഇപ്പോൾ തന്നെ ഇവിടെ നിന്ന് വോട്ട് രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഏതായാലും കാലാവസ്ഥ പ്രതികൂലമാണെങ്കിൽ കൂടി നല്ല രീതിയിൽ തന്നെ വോട്ടർമാർ ഇതിനോട് പ്രതികരിക്കുന്നു എന്നുള്ളത് തന്നെയാണ് നമ്മൾ കാണേണ്ടത്. ഇത് പോത്തുകൽ പഞ്ചായത്തിൽ ഉൾപ്പെട്ട സ്ഥലം കൂടിയാണ്. പോത്തുകൽ പഞ്ചായത്ത് എന്ന് പറയുന്നത് ആകെ 2 പഞ്ചായത്താണ് നിലമ്പൂരിൽ ഇപ്പോൾ ഇടതുപക്ഷം ഭരിക്കുന്നത്. അതിലൊരു പഞ്ചായത്താണ് പോത്തുകൽ. ഏതായാലും ഇവിടെ ഇപ്പോൾ പോളിംഗ് പുരോഗമിക്കുന്നു. മൊത്തത്തിൽ സജീവമായ രീതിയിൽ തന്നെ പോളിംഗ് പുരോഗമിക്കുന്ന കാഴ്ച മണ്ഡലത്തിലുടനീളം കാണുന്നു. വഴിക്കടവിലെ ഒരു പോളിംഗ് യന്ത്രത്തിലെ തകരാർ മാറ്റി നിർത്തി കഴിഞ്ഞാൽ മറ്റു അനിഷ്ട സംഭവങ്ങളൊന്നും തന്നെ നിലവിൽ റിപ്പോർട്ട് ചെയ്തിട്ടുമില്ല. ചേച്ചി വോട്ട് ചെയ്ത് മടങ്ങാണല്ലേ? വീട്ടിലുള്ള എല്ലാവരും വന്നോ? എല്ലാവരും. അടുത്തുള്ളവരൊക്കെ എങ്ങനെയാണ് ഈ തെരഞ്ഞെടുപ്പിനോട് പ്രതികരിക്കുന്നത്? നന്നായിട്ട് പ്രതികരിക്കും. എല്ലാവരും വരും, വോട്ട് ചെയ്യും. മഴ ഒരു പ്രശ്നമാണോ? മഴ മാറാൻ വേണ്ടി കാത്തിരുന്നാണോ കുറച്ചു നേരം?